ഈ സിനിമയ്ക്ക് അവിടെ ഒരു വ്യത്യാസമുണ്ട്. സാധാരണ എൻ്റെ സിനിമയിലുള്ള ലെവൽ ഓഫ് ഇമോഷൻ അല്ല ഈ സിനിമയിൽ. മിസ്റ്ററി അടങ്ങിയിട്ടുണ്ട്. കാല് പൊട്ടി ഒരു പോയിന്റിൽ വന്ന് ജോയിൻ ചെയ്ത് വളരെ സിമ്പിളായിട്ട് വന്ന് കയറി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു ഇറങ്ങാൻ മേലാത്ത സ്ഥിതിയിൽ എന്താണോ നടക്കുന്നത് അതിന്റെ റിയാലിറ്റി കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരണം എന്നുള്ളത്. പക്ഷെ ടോട്ടാലിറ്റിയിലെ കഥയുടെ സ്ട്രക്ചർ, അതിൻ്റെ യാത്ര, അതിൽ നിന്നുണ്ടാകുന്ന ആ പർട്ടിക്കുലർ ഇതിനെ മാത്രം എടുത്താൽ ചിലപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഉള്ള ആ ചോക്ലേറ്റ് ബോയ് ഇന്റൻസിറ്റി കൂടിപ്പോയിട്ടാണോ അറിയില്ല. എന്റെ സേഫ് സോണിൽ നിൽക്കുന്ന കുറച്ച് സിനിമകളും ക്യാരക്ടേഴ്സും കൂടെ ചെയ്യണം എന്നുണ്ട്. I like how he maintains the crew leadership. ജോർജ് കുട്ടീനെ ചെയ്ത് ഒരു കുഴപ്പമില്ലാന്ന് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെയല്ല എന്ന് പറയുന്നവരും ഇല്ല, എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് അടുപ്പം തന്നെ അശ്വിന്. കാര്യം ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ ഓൺലൈൻ മീഡിയ ആയിട്ട് അത്രയും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് റീടേക്സ് പോവാന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. മൂപ്പരായിരുന്നെങ്കിൽ ഉണ്ടല്ലോ വേറൊരു അപ്പൊ നമ്മള് എൻ്റെ അമ്മ അതെങ്ങനെ ചെയ്യും, തകരും. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ പാതി ആശ്വാസമാണ്. അത് ശരിക്കും ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ടു അവസാനം ഉറക്കം വന്ന് ബോറടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് പോയി. ജിത്തു ജോസഫ് സാറിന്റെ മിറാഷിന്റെ പ്രൊമോഷൻ സെറ്റിലാണ് നമ്മളിപ്പോൾ ഒരു ഫെന്റാബുലസ് ക്രൂ ഉണ്ട്. ജിത്തു ജോസഫ് സാർ ഹിംസെൽഫ്, ആസിഫ് അലി, ഹക്കീം ഷാജഹാൻ, അപർണ ബാലമുരളി ആൻഡ് അന്ന രജി കോശി. ഹലോ, വെൽക്കം. സർ, മിറാഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഓൾറെഡി ടാഗ് ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തോട്ട് എത്തുന്തോറും ദൂരോട്ട് പോകുന്ന എന്തോ ഒരു സംഭവം. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൽ എത്രത്തോളം മിസ്റ്ററി അടങ്ങിയിട്ടുണ്ട്? ഇതൊരു മിസ്റ്ററി റൈഡാണ് ആക്ച്വലി ഈ സിനിമ. അപ്പോൾ ഇത് ഈ കഥയുടെ സ്വഭാവമാണ് ആ പേരിൽ പറയുന്നത്. നമ്മൾ ഇതിനകത്ത് അപർണയുടെ ക്യാരക്ടറുടെ ഒരു യാത്രയുണ്ട്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനായിട്ട് ഉള്ള യാത്ര. ആ യാത്രയുടെ കൂടെ കൊളീഗായിട്ടുള്ള ഹന്നയും ഇവരൊക്കെ ജോയിൻ ചെയ്യുന്നു. അശ്വിൻ, എനിക്ക് പേര് പെടുന്നുണ്ട്. അശ്വിൻ എന്ന് പറയുന്ന ക്യാരക്ടർ മാത്രം ബന്ധമൊന്നുമില്ല. പക്ഷെ വന്ന് രണ്ടുപേർക്കും ഒരേ പർപ്പസാണ്. ഒരു പോയിന്റിൽ വന്ന് ജോയിൻ ചെയ്ത് വളരെ സിമ്പിളായിട്ട് വന്ന് കയറി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു ഇറങ്ങാൻ മേലാത്ത സ്ഥിതിയിൽ പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ പോയേ പറ്റുള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ കണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മിറാഷ് എന്നുള്ള പേര് ഇട്ടിരിക്കുന്നത്. ഒരു മിസ്റ്ററി റൈഡ് തന്നെയാണ് ഈ സിനിമ. ഓക്കെ സർ, ഇപ്പോൾ ഈ ക്യാരക്ടേഴ്സിൽ ഇപ്പോൾ നമ്മളുടെ ഫേവറേറ്റ് കോംബോ ആണ് ആസിഫ് ആൻഡ് അപർണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിലോട്ട് സാറിന് എത്താൻ ഇതിൽ ഇവർ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള അങ്ങനെ എന്തെങ്കിലും പർട്ടിക്കുലർ? അല്ല, ബേസിക്കലി ഇതിനകത്ത് ഈ സിനിമ ഇതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങൾ ഹിന്ദി ചെയ്യാനിരുന്നായിരുന്നു ഞാനിത്. അപ്പോൾ അവിടെ അത് വേറെ പല പ്രശ്നങ്ങളും കൊണ്ട് ചെയ്യാതെ വന്നപ്പോൾ ഞാൻ മലയാളത്തിൽ ഇതിൻ്റെ സാധ്യത നോക്കിയതാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ അശ്വിനും അബി എന്ന് പറഞ്ഞപ്പം ഇവർക്ക് ഇവരും ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരിലേക്ക് ഇത് ചെയ്ത് വന്നത്. ഇവരിലേക്ക് ഞാൻ അപ്രോച്ച് ചെയ്തത് അതുകൊണ്ടാണ്. ഇനി അശ്വിനെ കുറിച്ചൊന്ന് പറയാം. അശ്വിൻ ഒരു ഓൺലൈൻ റിപ്പോർട്ടറാണ്. അശ്വിൻ ഒരു ന്യൂസ് പോർട്ടലുണ്ട്, ഒരു ഓൺലൈൻ ചാനലുണ്ട്. അപ്പോൾ അത് നമ്മളെപ്പോഴും ഈ ന്യൂസ് ചാനൽസിന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഗിമ്മിക്കൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ടൈറ്റിൽസ് ആയിരിക്കും എപ്പോഴും ഇടുക. അപ്പോൾ അതിനകത്തൊരു ചെറിയൊരു മസാല ഫ്ലേവേർഡ് ആയിരിക്കാം പല ന്യൂസുകളും വരിക, ഇച്ചിരി ഹൈലൈറ്റ് ചെയ്യപ്പെടും ആവശ്യമില്ലാതെ. അപ്പോൾ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് അശ്വിൻ. അത് ന്യൂസ് എന്താണോ നടക്കുന്നത് അതിൻ്റെ റിയാലിറ്റി കൃത്യമായിട്ട് പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത്. പ്യുവർ ഫാക്ട്സ് എന്നാണ് അശ്വിൻ്റെ പേജിൻ്റെ പേര് തന്നെ. അപ്പോൾ അതിനു വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം ലൈഫ് സ്റ്റൈലാക്കി മാറ്റി എല്ലായിടത്തും പോയി കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, റിസ്ക് എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തല്ല് കിട്ടാറുണ്ട്. പല സ്ഥലങ്ങളിലും ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല ആളുകളുടെ നോട്ടപ്പുള്ളിയാണ്. പിന്നെ അശ്വിൻ്റെതായ കുറച്ച് ഉടായ്പകളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അശ്വിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ പല കാര്യങ്ങൾ അശ്വിൻ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു കാര്യം ഞങ്ങൾക്ക് കോമൺ ആയിട്ട് വരികയും അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഇടയിൽ ഇവർ തമ്മിലൊരു ചെറിയ ഒരു കണക്ഷൻ വരുന്നു. റിലേഷൻഷിപ്പ് ഒന്നുമല്ല, പക്ഷെ ഒരു പോയിന്റിൽ ഇവർ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതിൽ അശ്വിൻ ഇവരുടെ കൂടെ ഒരുമിച്ച് പോകേണ്ടി വരും. ഇത് ശരിക്കും അഭിരാമിയുടെ പെർസ്പെക്റ്റീവിലാണ് ഈ കഥ നടക്കുന്നത്. അഭിരാമിയുടെ ചുറ്റും വരുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പോർഷനിൽ ഓരോ പോയിന്റിലാണ് ഞങ്ങളെല്ലാവരും അഭിരാമിയുടെ ലൈഫിലേക്ക് വരുന്നതും അവിടെ നിന്ന് പോകുന്നതും എല്ലാം.
അശ്വിൻ്റെ ക്യാരക്ടർ ആൾക്ക് പറഞ്ഞ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നേ തുടങ്ങുന്നതിന് മുന്നേ ഫാനിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നു. അല്ല എല്ലാവരും കോമൺ ആയിട്ട് ചോദിച്ചൊരു സംഭവമുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പറിൽ ഉള്ള ആ ചോക്ലേറ്റ് ബോയ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് ഓരോ ക്യാരക്ടറായിട്ട് വന്നു. ഇപ്പോൾ ഇൻറ്റൻസിറ്റി കൂടുകയാണ് ഭയങ്കരമായിട്ട് എല്ലാത്തിനും. ഇനി അത് തന്നെയാണോ തുടരാനുള്ള ഒരു ചാൻസ്, അതോ തിരിച്ചു നമുക്കൊരു ചോക്ലേറ്റ് ബോയിനെ പ്രതീക്ഷിക്കാവോ? കുറച്ച് പറഞ്ഞ ഈ ഉടായ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു അത്ര ഉടായ്പല്ല. അല്ല എന്നാലും എന്താണെന്നറിയോ, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരണം. ഇപ്പം ഏത് സിനിമകളാണെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുന്ന സിനിമകളിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇൻറ്റൻസിറ്റി കൂടിപ്പോയിട്ടാണോ എന്നറിയില്ല, ത്രില്ലർ സിനിമകളാണ് കൂടുതലും എൻ്റെ അടുത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് വരുന്നത്. ഭയങ്കര കുറച്ച് ഹെവി ഹാർട്ടഡ് ക്യാരക്ടേഴ്സൊക്കെ വരുന്നത് എൻ്റെ അടുത്തേക്ക്. അപ്പോൾ എനിക്കതും കുറേ കൂടെയൊക്കെ എൻ്റെ സേഫ് സോണിൽ നിൽക്കുന്ന കുറച്ച് സിനിമകളും ക്യാരക്ടേഴ്സും കൂടെ ചെയ്യണം എന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒന്നും വരുന്നില്ല ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഫിലിം കൊണ്ടുവന്ന അഭിരാമിനെ കുറിച്ച്. അഭിരാമി ഒരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അക്കൗണ്ടൻ്റാണ്. എൻ്റെ കൊലീഗ്സാണ് ഇവരെല്ലാവരും. ഹക്കീം ചേട്ടൻ, ഹന്നയുടെ ക്യാരക്ടർ, ഹക്കീം ചേട്ടൻ്റെ ക്യാരക്ടർ. അപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കാണ് ആസിഫ്ക്കയുടെ ഈ ക്യാരക്ടറും ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ ഈ പ്രോബ്ലം കണ്ടുപിടിക്കാൻ, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു യാത്രയാണ്, ഒരുമിച്ചുള്ളൊരു യാത്രയാണ്. ആൻഡ് ഐ തിങ്ക് പേരിനോടും ഇത് ഭയങ്കരമായിട്ട് ജസ്റ്റിസ് ചെയ്യുന്നത്, ഈ നമ്മളൊരു സ്ഥലത്ത് എത്തി ഓക്കെ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ എന്ന് വിചാരിക്കുമ്പോൾ അതായിരിക്കില്ല, അത് നമ്മളെ വേറൊരു സ്ഥലത്തേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ അത് അങ്ങനെ പോകുന്ന ഒരു ജേർണിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയും അഭിരാമിയുടെ ക്യാരക്ടറും എല്ലാം. ഓക്കെ, എത്രത്തോളാണ് അഭിരാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടർ? ഷീസ് ദ ഫൾക്രം ഓഫ് ദ സ്റ്റോറി. സോ ഈ ഒരു കഥാപാത്രത്തിനോട് ഭയങ്കര പ്രൊട്ടക്റ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളത്. ആൻഡ് ഇപ്പോൾ അഭിരാമി എടുക്കുന്ന ഓരോ ഡിസിഷനിലും എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഋതിക എന്നാണ്. സോ ഷീ ഈസ് കൈൻഡ് ഓഫ് വെരി കോൺഷ്യസ് ആൻഡ് കോഷ്യസ് ഓൾസോ. ഓരോ കാര്യങ്ങൾ അഭിരാമി പറയുമ്പോൾ മേ ബി ഇറ്റ്സ് ഐ കോൺട്രഡിക്റ്റ് ഇറ്റ്, അല്ലെങ്കിൽ എൻ്റെ തോട്ട് പ്രോസസ്സും കൂടെ ഞാൻ കുറച്ചും കൂടെ പറയാറുണ്ട്. സോ അങ്ങനെ പോകുന്ന ഒരു കഥാപാത്രമാണ്. സപ്പോർട്ടിങ് ഹെർ, ഓൾവേസ് സപ്പോർട്ടിങ് ഹെർ. സാർ, ഈ ത്രില്ലേഴ്സിനെ എപ്പോഴും ഒരു ഇമോഷണൽ ഇതിലേക്ക് പിടിച്ചുകെട്ടുന്ന ഒരു സാറിൻ്റെ ഫിലിംസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു കോമഡി, ഇപ്പോൾ നമ്മളൊരു ശരിക്കും ഉർവശി ചേച്ചിയുടെ ഒരു ക്യാരക്ടർ എടുത്താൽ പോലും, നമ്മൾ അല്ലെങ്കിൽ ഒരു ത്രില്ലർ എടുത്താൽ പോലും അതൊരു ഇമോഷണാലിറ്റിയിലോട്ട് സാർ അവസാനം വലിച്ചു കേട്ടും അത് നമുക്കൊരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ തന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു എലമെന്റ് ഇതിനകത്തുണ്ടോ? ഈ സിനിമയ്ക്ക് അവിടെ ഒരു വ്യത്യാസമുണ്ട്. സാധാരണ എൻ്റെ സിനിമയിലുള്ള ലെവൽ ഓഫ് ഇമോഷൻ അല്ല ഈ സിനിമയിലുള്ളത്. ഇതിനകത്ത് ഇമോഷൻ ഉണ്ട്, പക്ഷെ ആ ഇമോഷൻ അത് എനിക്ക് തോന്നുന്നത് ചിലപ്പം ഇച്ചിരി ഒരു താന്നായിരിക്കും കിടക്കുന്നത്. ഇത് കുറച്ചുകൂടി ഇവൻറ്റ്ഫുള്ളാണ്. കാരണം ഇവരുടെ ട്രാവലും പ്രശ്നങ്ങളും വരുമ്പോൾ അതിനകത്ത് ആ ഇമോഷൻ ചിലപ്പോൾ കുറച്ചൊന്ന് ഡൗൺ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് മോസ്റ്റ്ലി ഇത് ഇമോഷണൽ എന്ന് പറയുന്നതിനേക്കാളും, ഒരു ഇമോഷണൽ റൈഡിനേക്കാളും ഒരു മിസ്റ്റീരിയസ് റൈഡായിരിക്കും എന്ന് പറയാനായിരിക്കും ഞാനത് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒരു ഓഡിയൻസിൻ്റെ ഒരു മോറൽ ഇതുണ്ടല്ലോ, ഒരു കോമ്പസ് ഉണ്ട് ഓഡിയൻസിന്. അതിനെ ചലഞ്ച് ചെയ്യുന്ന എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ ഈ മിരാസിനകത്ത്? മോറൽ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജോർജ് കുട്ടി അത് ചെയ്തു, അത് ഏതൊരു അച്ഛനും ചെയ്യില്ലേ എന്നൊരു സൈഡിൽ നമ്മൾ ചിന്തിക്കും. എന്നാൽ അത് ക്രൈമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ക്രൈം തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് മൊറാലിറ്റി എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ ഇവരുടെ ക്യാരക്ടറിലും ഇതിന്റെ അപ്പുറത്ത് വേറെയും ക്യാരക്ടേഴ്സ് കാണുമല്ലോ, അവരുടെ ഒരു മൊറാലിറ്റിയും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. സോ കോൾഡ് വില്ലൻ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വില്ലന്മാർക്കും സ്വാഭാവികമായിട്ട് അങ്ങനെ ആണല്ലോ, അവരൊരു മോറൽ സൈഡ് എപ്പോഴും ഇതായിരിക്കുമല്ലോ. ഇവരന്വേഷിച്ച് പോകുമ്പോൾ പല പല സംഭവങ്ങൾ കാണുമ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ മൊറാലിറ്റിയെ കുറിച്ചൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. പിന്നെ ഇവർ പോകുന്ന ഒരു നല്ല ഉദ്ദേശത്തിലാണ്, പക്ഷെ അതിനെയും ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കാം. അത് ഓരോ ഓഡിയൻസിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നമുക്കത് പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ ദൃശ്യത്തിനകത്ത് പറഞ്ഞ പോലെ ജോർജ് കുട്ടീനെ ചെയ്ത് ഒരു കുഴപ്പമില്ലാന്ന് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും അങ്ങനെയല്ല എന്ന് പറയുന്നവരും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇത് ചിലപ്പം ഇതിനകത്ത് വേണേ പറയാം. അത്ര ഇപ്പം നമ്മൾ പല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ, സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ ഇമോഷണലി നമ്മളത് കണക്ട് ആവാറുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തലങ്ങളിൽ നമ്മളത് കണക്ട് ആവാറുണ്ട്. ചില ആൾ പറയാറുണ്ട് സ്പിരിച്വലി ഞാൻ കണക്ട് ആയിട്ടുണ്ടെന്നൊക്കെ. അപ്പം ഇതിൽ എങ്ങനെയുള്ളൊരു അടുപ്പമാണ് അശ്വിനായിട്ട്? അശ്വിനായിട്ടുള്ള എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് അടുപ്പം തന്നെ അശ്വിനാണ്. കാര്യം ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ ഓൺലൈൻ മീഡിയ ആയിട്ട് അത്രയും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്ന പേജസ് ഉണ്ട്, അതിൽ വരുന്ന ന്യൂസസ് ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഇത് ബിലീവബിളാണ്. അശ്വിൻ ചെയ്യുന്ന കാര്യങ്ങളും അശ്വിൻ എടുക്കുന്ന എഫേർട്ടും അശ്വിൻ ഇത്
അശ്വിന്റെ ഐഡിയ എന്താണെന്നുള്ളത് വരെ വളരെ ഈസിലി എനിക്ക് മനസ്സിലാവുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ അതാ. അപ്പൊ അത് ആദ്യം സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന അശ്വിന്റെ ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. പിന്നെ അത് ഈ സിനിമ തുടങ്ങി കഴിഞ്ഞിട്ടുള്ള ഇതിന്റെ സ്ക്രീൻ പ്ലേയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ട് നമുക്ക്. അതാണ് എന്നെ ഏറ്റവും ഇതിലേക്ക് അട്രാക്ട് ചെയ്തത്. ഇത് തുടങ്ങി പയ്യെ പയ്യെ ഇതൊരു ഇപ്പൊ ദൃശ്യം ഒരു സ്ലോ ബേണിംഗ് ആണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഫാസ്റ്റ് ബേണിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു തുടങ്ങി ആദ്യത്തെ ഒരു 10-15 മിനിറ്റിൽ തന്നെ ഇതിന്റെ ഒരു മെയിൻ ഗിയർ ഷിഫ്റ്റിലേക്ക് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു ബാക്ക് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവന്റ്സുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് തുടക്കത്തിലേ പറഞ്ഞ ഇവന്റ്ഫുൾ ആണ് ഇത് കുറച്ചുകൂടെ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് വിത്ത് ദ ലെജൻഡ്സ്? അടിപൊളി. ഓക്കെ, സെറ്റിൽ നമുക്ക് അല്ല അത് ഓരോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആസിഫിനെ എടുക്കുകയാണെങ്കിൽ സെറ്റിൽ മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ്. എന്റെ കാല് പൊട്ടി. അല്ല അത് അടുത്ത ചോദ്യമാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഡിഫറെന്റ് ചോദ്യങ്ങളോടാണ് പ്രേക്ഷകർ വരുന്നത്. ബ്രെയിൻ ഇഞ്ചുറിയെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്. ഒന്ന് ചോദിക്കാവോ, ബ്രെയിൻ ഇഞ്ചുറി കഴിഞ്ഞിട്ട് ആളിപ്പോ എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കണമെന്നൊക്കെയാ ചോദിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാതിന് മുന്നേ മിറാഷായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കാല് പൊട്ടി. ഓക്കെ, കാല് പൊട്ടി ഒടിഞ്ഞില്ല, ഫ്രാക്ചർ ഉണ്ടായി. അപ്പൊ നമുക്ക് 2 ആഴ്ച ഇത് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾക്കൊരു അൺഎക്സ്പെക്ടഡ് ഹോളിഡേ തന്ന ആളാണ്. അപ്പൊ അത് കഴിഞ്ഞ് പക്ഷെ ആ കാലം വെച്ച് പിന്നെ അഭിനയിക്കാൻ വന്നു. ഞാനൊരു ഷോട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സീക്വൻസ് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി പാക്കപ്പ് ആണെന്ന് ഓർത്ത് കോയമ്പത്തൂർ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നടന്ന് വണ്ടിയിലേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവനെ 3 പേര് ഇങ്ങനെ എടുത്തോണ്ട് കാറിനകത്ത് ഇരുന്നാ മതി. ഹക്കീം ഇരിക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പ്ലാസ്റ്റർ എടുത്തോണ്ട് വന്ന് കാറിനകത്ത് ഇരുത്തി ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനെ ഞാൻ കാരണം ഉണ്ടായ ബുദ്ധിമുട്ട് ഞാൻ കാരണം മാറ്റി തരാം എന്നുള്ളൊരു റിയാക്ഷൻ മുഖത്തുണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ് തരം നമ്മൾ ഞെട്ടിപ്പിച്ച് ഒരു എന്താ പറയാ, അത് കണ്ടു കഴിഞ്ഞിട്ട് കുറെ കാലം ഹോണ്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു എൻ്റെ ക്ലൈമാക്സും കാര്യങ്ങളും എല്ലാം. അങ്ങനെ ഒരു സംവിധായകനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആസ് എ ഫ്രഷർ ഇത് ലേൺ ചെയ്യണം, ലേണിംഗ് എക്സ്പീരിയൻസ്? ഇപ്പം വെൻ സമൺ ആസ്ക് മീ എല്ലാവരോടും പറയുന്ന സെയിം ക്വസ്റ്റൻ ആൻസർ ഇസ് ദാറ്റ് ആക്ടിങ്ങിൻ്റെ കാര്യത്തിന് ലൈക്ക് എല്ലാം ഗൈഡൻസ് തരുന്നുണ്ട്. ബട്ട് ഐ എം എ പേഴ്സൺ ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ബിഹൈൻഡ് ദ ക്യാം ഓൾസോ. സോ അതിനെപ്പറ്റി എപ്പോഴും ഡൗട്ട്ഫുൾ ആണ്, ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ബട്ട് കീപ്പിംഗ് ഓൾ ദാറ്റ് എസൈഡ്, വൺ ക്വാളിറ്റി ലൈക്ക് സിനിമ ബന്ധപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് ഹൗ ഹി മെയിൻറ്റെയിൻസ് ദ ക്രൂ ലീഡർഷിപ്പ്. ആൻഡ് ദെൻ അബൌട്ട് ദ പങ്ക്ച്വാലിറ്റി. 5 സീൻ എടുക്കും അല്ലെങ്കിൽ 4 സീൻ എന്ന് പറഞ്ഞാൽ സാറ് സമയത്തിന് മുന്നേ എടുക്കും. ആൻഡ് ദെൻ സോ അതൊക്കെ കാണുമ്പം ഇറ്റ് ഈസ് വെരി കൈൻഡ് ഓഫ് അതങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ബിക്കോസ് ഞാൻ പല സെറ്റിലും പലപ്പോഴും കണ്ടിട്ടുണ്ട് ഡിലേ ആവുന്നു, ഇതാവുന്നു, സ്ട്രെസ് ആവുന്നു, ഹോൾ ക്രൂ പാനിക് ആവുന്നു. ബട്ട് സാർ മെയിൻറ്റെയിൻസ് ഇറ്റ് ഭയങ്കര പീസ്ഫുള്ളി. ആൻഡ് സോ അതൊരു കഴിവാണ്. അപ്പോൾ അതൊക്കെ കണ്ട് പഠിക്കാൻ പറ്റുന്നൊരു അവസരമായിരുന്നു ഈ ഷൂട്ടും കഴിഞ്ഞ ഷൂട്ടും എല്ലാം. ഇനിയും പഠിക്കണം. ഇത് കൊഞ്ചിച്ച് വഷളാക്കി കളയും. കാരണം ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റിൽ പോയപ്പോൾ നമുക്ക് രാവിലെ 7 മണി to 9 വരെ പണിയെടുക്കേണ്ടി വന്നു. മറ്റേതെന്ന് വെച്ചാൽ ഓൺ ടൈമിലേ വിളിക്കുള്ളൂ, 6 മണിക്ക് മുന്നേ പാക്കപ്പ് കഴിഞ്ഞ് പൊക്കോളം മതി. അപ്പൊ അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്റെ പടം തന്നെയാണോ അപർണയുടെ ഒരു എക്സ്പീരിയൻസ് സാറുമായിട്ട്? സാറിൻ്റെ കൂടെ 2ാമത്തെ തവണയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അത് ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് 2 ജോണേഴ്സിലാണ് വർക്ക് ചെയ്യാൻ പറ്റിയത്. അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതിൽ ഈ പറഞ്ഞ മാതിരി സാറിനോട് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് വർക്ക് ചെയ്യുമ്പോഴും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഓൾവേസ് എ ഗിവ് ആൻഡ് ടേക്ക് എലിമെൻറ്റ്. സാറ് നമ്മളുടെ അടുത്താണെങ്കിലും വിത്ത് ദി എൻറ്റയർ ക്രൂ, എൻറ്റയർ സെറ്റ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഡയലോഗിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലോ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് അത് ഡിസ്കസ് ചെയ്യാറ്. സാറ് മാത്രം സാറ് എല്ലാവരുടെയും ഒപ്പീനിയൻ എടുക്കും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറ് അത് ഒരിക്കലും എന്താ പറയുക ഡിനയലല്ല. സാർ എപ്പോഴും നമുക്കത് ഒന്നില്ലെങ്കിൽ അത് പറഞ്ഞു തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓക്കെ ഇത് വേറെ എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളത് നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ സാറിനോട് വർക്ക് ചെയ്യുമ്പം എല്ലാവരും ആയിട്ടുള്ള ഒരു ഇൻക്ലൂസീവ്, എല്ലാവരും ഇൻക്ലൂഡഡ് ആണ് ഇൻ എ സീൻ. ലൈക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇപ്പം നമ്മൾ മാത്രം അല്ലെങ്കിൽ സാർ മാത്രം ഡയറക്റ്റ് അങ്ങനത്തെ ഒരു ഇതല്ല. എൻറ്റയർ ക്രൂ ഇസ് വെരി മച്ച് ഇൻവോൾവ് ഇൻ ദ ചെറിയൊരു സീനാണെങ്കിലും വലിയൊരു സീനാണെങ്കിലും എല്ലാവരുടെ ഇൻവോൾവ്മെന്റ് ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സെറ്റാണ്. ഞാൻ പെട്ടെന്ന് മറന്നതിന് ചോദിക്കട്ടെ, ഇപ്പൊ ആ പോസ്റ്ററിൽ കാണുന്ന ഒരു ലുക്കുണ്ട്, അത് നമ്മൾ അത് പുറത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, ഇത് നമ്മൾ കൂമലിലെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാണുന്ന ഒരു പാനിക് ഇല്ലേ,
ആ പാനിക്കിൽ ഇപ്പോഴാണ് നോക്കുന്നത്. ഓക്കെ, കൂമലിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാണുന്ന ഒരു പാനിക് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഫിലിം കാണാണ്ട് തന്നെ ഒരു റീലായിട്ട് ആ ഒരു സീൻ മാത്രം കണ്ടാൽ തന്നെ നമുക്ക് ആ ഇൻറ്റൻസിറ്റി, നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഹീറ്റ് വേവ്സ് അടിക്കുന്ന പോലെ അടിക്കാൻ പറ്റും. അപ്പോൾ ആ സെയിം ഈ ഒരു ലുക്ക് ഇതേ കണ്ണ് വെച്ചാണ് റൊമാൻസും ചെയ്യുന്നത്. അതുവരെ കാര്യം അത് തന്നെയാണ് ആൾക്കാർ മിസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ഈ കൂമനിലെ അതേ ഒരു ഇൻറ്റൻസിറ്റിയിലോട്ട് നമ്മൾ വരുമ്പോൾ അതിൽ നിന്ന് മിറാഷിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് എത്രത്തോളമാണ് ഡിഫറൻസ് ഫീൽ ചെയ്യണേ? ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. എനിവേസ്, അത് എങ്ങനെയാണ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് ഈ രണ്ട് ക്യാരക്ടേഴ്സും രണ്ട് സിറ്റുവേഷനും ആവുമ്പോൾ തന്നെ അതിനകത്തൊരു മേജർ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ചേട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു വലിയ സുഖം എന്താന്ന് പറഞ്ഞാൽ എന്താ വേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ഇതിനകത്ത് നമ്മുടേതായ ഹോംവർക്ക്സും കാര്യങ്ങളും പ്ലാനിങ്ങും എല്ലാം ഉണ്ട്. ഓരോ ഷോട്ടിന് മുന്നേ ഉള്ളതും അത് ബോധപൂർവം ആയിട്ടുള്ളതും അല്ലാത്തതും നടക്കുന്നുണ്ട്. പക്ഷെ ചേട്ടൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തും എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഞാനൊരു കാര്യം ട്രൈ ചെയ്യും, ഓക്കെ എനിക്ക് ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇത് നോക്കിയിട്ട് അത് വർക്കാവുന്നില്ല, ചേട്ടൻ പറയാം അതല്ല, അത് വേണ്ട, എനിക്കിത് മതി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരും. അത് നമ്മളെല്ലാ ആക്ടേഴ്സിനും കിട്ടുന്ന ഒരു വലിയ സൗകര്യമാണത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ചേട്ടൻ പറയുന്നതും പറയുമ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നതും കൂടെ വരുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ പുതിയൊരു സാധനമാവും. ഒരുപാട് റീടേക്സ് പോവാന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. അതായത് റീടേക്സ് പോകാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് എടുക്കുക, റീടേക്സ് എടുക്കുക, നമുക്ക് ആഗ്രഹിക്കുന്നത് കിട്ടുന്നത് വരെ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഈ ഫസ്റ്റ് ഷോട്ടിൽ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഓക്കെ അതാണ് വേണ്ടത്, അതിനൊരു ക്ലാരിറ്റി ഉണ്ട്, അത് കിട്ടിയാൽ കിട്ടി ഓക്കെ. അല്ലാതെ അതിന് 5, 6, 7, 10 ടേക്ക് പോയാലും ഇപ്പൊ കൂമനൊക്കെ എത്ര ഷോട്ട്സ് പോയിട്ടുണ്ടെന്നില്ല. കൂമനില് ഈ ഗിരി തെളിവെടുപ്പിന് പോയിട്ട് ഗിരിനെ ആരോ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഗിരി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഒരു ആ ടയർ മാർക്സ് നോക്കിയിട്ട് തിരിഞ്ഞിങ്ങനെ പെട്ടെന്ന് വരുന്ന നോക്കുന്ന ഒരു ഷോട്ടുണ്ട്. അതാണ് കൂമനകത്ത് ഏറ്റവും കൂടുതൽ റീടേക്സ് പോയ റിയാക്ഷൻ. കാര്യം നമുക്ക് ഡയലോഗ്സ് ആണെങ്കിലും നമുക്കൊരു ആക്ടിവിറ്റി ഒക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യാം. റിയാക്ഷൻസ് റീടേക്ക് പോവാന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷനോ കിട്ടുമോ എന്നുള്ളതായിരിക്കും. അപ്പൊ അത് ഞാൻ ശരിക്കും അവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതിനിപ്പോ എത്ര പോയാലും എൻഡ് ഓഫ് ദി ഡേ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഏറ്റവും നല്ല വേർഷനാണ് നമുക്ക് സിനിമയായിട്ട് വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ട്രൈ ചെയ്യുന്നത് ഒരു മോശം കാര്യമല്ല. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിച്ചൊരു ചോദ്യമാണ്. കാര്യം ഈ റീടേക്സ് എന്ന് പറഞ്ഞാൽ എന്തോ മോശം കാര്യമായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ അത് പൊതുവേ കാണുന്നത് ഇപ്പൊ ഏറ്റവും ഓതന്റിക് ആയിട്ട് ഒരാളിൽ തന്നെ അത് കേൾക്കുമ്പോൾ കോൺഫിഡൻസ് ആണ് കൂടുന്നത്. ഞാൻ എന്റെ പെർസ്പെക്റ്റീവിലുണ്ട് ഞാനിത് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. കാര്യം നമ്മള് സിനിമയിൽ വന്ന സമയത്ത് എപ്പോഴും നമുക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം കമ്പാരിസൺ ആയിരുന്നു. കാര്യം നമ്മൾ ബിഗിനേഴ്സ് വരുന്ന സമയത്ത് വെറുതെ സൈഡിൽ നിൽക്കുന്നവരൊക്കെ പറയും ഇത് മൂപ്പരായിരുന്നെങ്കിൽ ഉണ്ടല്ലോ വേറൊരു അപ്പൊ നമ്മൾ എൻ്റെ അമ്മ അതെങ്ങനെ ചെയ്യും, തകരും, മറ്റേ ഷോട്ടിന് മുന്നേ ഉള്ളൊരു മാജിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇതിലൊക്കെ നമ്മൾ കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കും. ശരിക്കും അങ്ങനെ ഐ മീൻ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇപ്പൊ എൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, എത്ര പ്രാവശ്യം ചെയ്തിട്ടാണോ നല്ലത് കിട്ടുക അത് എടുക്കുക. അപ്പൊ ഞാൻ പുതിയ ആക്ടേഴ്സ് വരുമ്പോഴും 2, 3 ടേക്കൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരുമിച്ച് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നതാണെങ്കിൽ അവർ വന്നിട്ട് സോറി പറയും, ചേട്ടാ സോറി കേട്ടോ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറയും. അപ്പൊ അതൊരു ഒരിക്കലും ഒരു മോശം കാര്യമല്ല. സി ഗൈസ് അല്ല കേൾക്കുന്നില്ല, എന്താ ഇൻസ്പയറിംഗ് ആണ് നോക്കുക. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ പാതി ആശ്വാസമാണ്. ഈ പറഞ്ഞ 3 ടേക്സ് കഴിഞ്ഞു അല്ലെങ്കിൽ സോറി പറയണ ഒരു അവസ്ഥ വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അവരെങ്ങനെ എടുക്കണം എന്ന് നമുക്കറിയില്ലല്ലോ. ചില ആൾക്കാർ പറയും ചെയ്യാൻ പറയും, സമാധാനം കൊടുക്കും. ചില ആൾക്കാർ കൊടുക്കണം നിർബന്ധമില്ല. അപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അപ്പൊ ഇവിടെ അഭിരാമിയുടെ കാഴ്ചപ്പാടിൽ എത്രത്തോളം ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു ത്രില്ലർ ഫിലിം കാണുക എന്നുള്ളത് വലിയ വിഷമമുള്ള കാര്യമല്ല. എങ്ങനെ വേണമെങ്കിലും കാണാം. പല സോഴ്സ് ഉണ്ട്. നമുക്കിപ്പം അത് ഇത് കൊടുത്താലും പൈസ കൊടുത്ത് കാണാം, പൈസ കൊടുക്കാതെ കാണാം, അങ്ങനെ പല സോഴ്സസ് ഉണ്ട്. അങ്ങനെ അതിൽ നിന്ന് എത്രത്തോളം അതിന് മേളിൽ നിന്നാൽ മാത്രമേ ആൾക്കാർ അല്ലെങ്കിൽ ആ ഫിലിം ഈ ഫിലിമായിട്ടൊക്കെ കമ്പയർ ചെയ്യും. അല്ലാതെ പണ്ട് അവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, ഹോളിവുഡ് ബോളിവുഡ് എന്നൊക്കെ പറഞ്ഞു പോയി കമ്പാരിസനാണ്. അപ്പം അതിന് നമ്മൾ നോക്കുമ്പോൾ എന്ത് എക്സ്പെക്ടേഷനോടാണ് ഓഡിയൻസ് വന്നത് കാണേണ്ടത്? നല്ലൊരു സിനിമയാണ്, നല്ലോണം എൻ്റർടൈൻ ചെയ്യുന്നൊരു സിനിമയാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യം അതായത് നല്ല എൻഗേജ് ചെയ്യണ സിനിമയാണ്. അപ്പോൾ അത് വന്ന് കാണുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റും. ഇപ്പം നമ്മളിപ്പം ഭയങ്കരമായിട്ട് ഉണ്ട് എന്നുള്ള സിനിമ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം ആരും നമ്മൾ പറയുന്ന ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് അങ്ങനെ ആവണമെന്നില്ല. അല്ലെങ്കിൽ തിരിച്ചിപ്പം ഇപ്പം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയുന്നത് ചിലപ്പോൾ ആൾക്കാർക്ക് അത്
എക്സ്പീരിയൻസ് ആയിരിക്കാം. പക്ഷെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇത് ഭയങ്കര ഇങ്ങനെ ഈ സിനിമേനെ പോലെ അല്ല, ഇത് അതിനും മേലെയാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ പറയുന്നതുകൊണ്ട് അത് ആൾക്കാർ വിശ്വസിച്ചിട്ട് പോയി കാണണമെന്നൊന്നുമില്ല. അത് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഏത് സിനിമയാണെങ്കിലും ഇതും അതുപോലെ നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ തിയേറ്ററിൽ പോയി അത് കാണുക, അത് നല്ല എൻഗേജിങ് ഒരു സിനിമയായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ സർ, അതുപോലെ തന്നെ സാറിൻ്റെ ഫിലിമിൽ തന്നെ സാർ ഓരോ ഫിലിമിലും ഇങ്ങനെ പലതരത്തിലും ട്വിസ്റ്റുകളും കാര്യങ്ങളും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്തായാലും പ്രേക്ഷകർ ജിത്തു ജോസഫ് എന്ന പേര് കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ അവരുടെ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് ഹൈ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവർക്കൊരു മിനിമം എക്സ്പെക്ടേഷൻ ഉണ്ട്, അതിനൊരു ഇതുമില്ല. അപ്പോൾ അവർ പറയും സാറിന് അടുത്ത് എന്തായിരിക്കും ചെയ്യുക, ഒരു ക്യൂരിയോസിറ്റി എന്തായാലും ഉണ്ട്. സാർ എന്ത് പുതിയ കാര്യം നമുക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്നൊരു ക്യൂരിയോസിറ്റി ഡെഫിനറ്റ്ലി ഈസ് ദെയർ. അപ്പോൾ അതുപോലെ കുറച്ച് മുമ്പ് ഞാൻ അവനോട് ചോദിച്ച പോലെ ഈ ഒരു ഡിഫറെൻറ്റ് ഫിലിംസ് പല ലാംഗ്വേജസിൽ വളരെ ഈസിലി ആക്സസ് ചെയ്ത് കാണുന്നത് കൊണ്ടും നമ്മൾ അതുമായിട്ടും കമ്പാരിസൺസ് വരും ഒരുപാട്. അപ്പോൾ അതിൽ നിന്നൊക്കെ സാർ എങ്ങനെയാണ് ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് ഇല്ല അടുത്ത ഇതിലോട്ട് പോകാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? സാറിന് എങ്ങനെയാണ് പറ്റുന്നത്? ഇപ്പം നമ്മളൊരു കഥ എടുത്തു, കഥയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ആണെങ്കിൽ ആ ത്രില്ലറിന് കഥയ്ക്ക് വേണ്ട രീതിയിൽ അതിനെ നമ്മൾ വർക്ക് ചെയ്തെടുക്കുമ്പോൾ ഓഫ് കോഴ്സ് ത്രില്ലേഴ്സ് ആകുമ്പോൾ ഓഡിയൻസിന് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് മൊമെൻറ്റ്സ് അങ്ങനത്തെ ഒരു സാധനം വേണം. അപ്പം അതിലാണ് അവർക്ക് എൻ്റെ ചെയ്തിരിക്കുന്നത്. അത് നമ്മളൊരു അങ്ങനത്തെ പരിപാടികൾ അതിനകത്ത് ചെയ്തു വയ്ക്കുമ്പോൾ അത് അവർക്ക് വർക്കാവണം. അതാണിപ്പം പ്രശ്നം. ഒത്തിരി സിനിമകൾ ഒത്തിരി ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ ത്രില്ലേഴ്സിൽ നമുക്കിപ്പം എത്ര ഡിഫറെൻറ്റ് ത്രില്ലർ എന്ന് പറഞ്ഞാൽ എടുത്താലും ഈ എന്താ പറയുക സർപ്രൈസ് എലമെൻറ്റ്സ് ഇതെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ സമാനത മറ്റേ സിനിമയായിട്ട് തോന്നും. പക്ഷെ ടോട്ടാലിറ്റിയിൽ ആ കഥയുടെ സ്ട്രക്ചർ, അതിൻ്റെ യാത്ര, അതിൽ നിന്നുണ്ടാകുന്ന ആ പർട്ടിക്കുലർ ഇതിനെ മാത്രം എടുത്താൽ ചിലപ്പോൾ കണക്ഷൻസ് ഉണ്ടാകും. പക്ഷെ ടോട്ടാലിറ്റി വരുമ്പോൾ ഇത് ഡിഫറെൻ്റ് ആണ്. മനസ്സിലായോ? ഞാൻ സ്റ്റോറി, ബാക്ക്ഗ്രൗണ്ട്, ക്യാരക്ടേഴ്സ്, അതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു സംഭവത്തിൽ നിന്ന് ഒരു എന്തെങ്കിലും തിരിയുന്നു. അത് മൊത്തത്തിൽ അത് ഡിഫറെൻ്റ് ആണ്. പക്ഷെ ആ തിരിയുന്ന ആ ഒരു പർട്ടിക്കുലർ ആ ഒരു പോർഷൻ മാത്രം എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ പോയിന്റ് പിടികിട്ടിയോ? കാരണം നിങ്ങളെ ഒരു മാനസികാവസ്ഥയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഥ. എന്നിട്ടാണ് ചെയ്തത്. ആ മാനസികാവസ്ഥയിലെ വ്യത്യാസമായിരിക്കാം അതിനകത്ത് മേജറായിട്ട് വരുന്നൊരു ചേഞ്ച്. ഇപ്പം ഞാൻ പറയട്ടെ, ദൃശ്യത്തിനകത്ത് ഉള്ള ട്വിസ്റ്റുകളും ഇപ്പം എൻ്റെ വേറെ സിനിമകളിലുള്ള ട്വിസ്റ്റുകളും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ സമാനതകൾ എൻ്റെ സിനിമകളിൽ തമ്മിൽ പോലും ഉണ്ട്. പക്ഷേ അതിൻ്റെ പശ്ചാത്തലം മാറുന്നു, അതിൻ്റെ അതൊക്കെയാണ് അതിനകത്ത് കൊണ്ടുവരുന്ന ചേഞ്ച്. പക്ഷേ ഇതൊരു നല്ല ഒരു എൻ്റർടൈനർ ആയിരിക്കും, നല്ലൊരു സിനിമയായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇത് അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു ഡബിൾ പോസിറ്റീവ് ഈ കഥയായിട്ട് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഈ കഥയൊന്നും അറിയാൻ മേലാത്ത 3-4 പേര് കണ്ടു. അപ്പോൾ അവർ പറഞ്ഞ മ്യൂസിക് പോലും ഇല്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇങ്ങനെ സിനിമ ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ നല്ല സ്പീഡിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് എന്താ സംഭവിക്കുക ആ ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഗുഡ് ആക്ച്വലി. ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അവർക്ക് പലതും വർക്കായി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതൊരു നല്ല എൻ്റർടൈനർ ആയിരിക്കും. അല്ലാതെ ഞാൻ തന്നെ ഇങ്ങനെ എൻ്റെ സിനിമയായിട്ട് ചെയ്യുന്നു. സാറ് നമ്മൾ പ്രേക്ഷകരെ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഡിഫറെൻറ്റ് ട്വിസ്റ്റുകൾ തന്നെ സാറിന് ഞെട്ടിച്ച ഒരു ഫിലിം മേക്കറാണ്? എന്നെ ഒത്തിരി ഫിലിം മേക്കേഴ്സ്, ഇപ്പം മണിച്ചിത്രത്താഴ് ആ സിനിമ എന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സിനിമകളുണ്ട്. നമുക്ക് ഇപ്പം ആ ഒരു പാറ്റേണിൽ ഇത് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ട മറ്റേ പത്മരാജൻ സാറിൻ്റെ സീസൺ, ആ കഥ പറയുന്ന രീതി, നോൺ ലീനിയർ നരേഷൻ, അന്നൊക്കെ അത് ഭയങ്കര കൗതുകമായിരുന്നു അതങ്ങനെ ചെയ്തു. പിന്നെ ഒത്തിരി ഹോളിവുഡ് സിനിമകളുണ്ട്. ഞാൻ കൂടുതലും ഇംഗ്ലീഷ് സിനിമയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ ഈ കൊറിയനും ഇതും ഒന്നും അത്രയും കണ്ടിട്ടില്ല. അപ്പം കാരണം ഈ സബ് ടൈറ്റിൽ വെച്ചിട്ട് കാണണം. ഇപ്പം ഈ OTT വരുമ്പോൾ അത് ഡബ്ഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ രസമാണ് കാണാൻ. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി സിനിമകളുണ്ട്. ഒത്തിരി എന്നെ എക്സൈറ്റ് ചെയ്യിച്ച ഒത്തിരി സിനിമകളുണ്ട്. ഈ പറഞ്ഞ പോലെ ഇന്ന് അതിനെക്കുറിച്ച് സംസാരം ഉണ്ടായിരുന്നു. യൂഷ്വൽ സസ്പെക്ട്സ് എന്ന് പറഞ്ഞൊരു സിനിമ. ലിറ്ററലി ആ സിനിമ. അതുപോലെ തന്നെ ജയിലിൽ കിടന്ന ഒരു ഇതുണ്ടല്ലോ, അത് ശരിക്കും ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ട് അവസാനം ഉറക്കം വന്ന് ബോറടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം വന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് പോയി. ശരിക്കും ലിറ്ററലി ഞെട്ടി. യൂഷ്വൽ സസ്പെക്ട് അതുപോലെ ലിറ്ററലി ഞെട്ടി. അപ്പം അങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്ന ഒത്തിരി സിനിമകളുണ്ട്. പ്രേക്ഷകരോട് സാറിന് എൻ്റെ എക്സ്പെക്ടേഷനോടുകൂടി നിങ്ങൾ വരണം, എന്താണ്? ഒരു എക്സ്പെക്ടേഷനും പാടില്ല. ഇതൊരു നല്ലൊരു മിസ്റ്ററി മൂവിയാണ്. മിസ്റ്ററി റൈഡ് ആയിരിക്കും. സാർ ഇനി
വൺ ക്യാരക്ടർ സാർ പറയാണ് നമ്മൾ ഹക്കീമിനെ കുറിച്ചിട്ട്, വൺ ക്യാരക്ടർ സാറിനത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, അതെന്തായിരിക്കും? ഹക്കീമിൻ്റെ ഭയങ്കര ഒരു ചിരിയും ഇന്നസെൻസും ഉണ്ട് ഭയങ്കരമായിട്ടും. അത് പ്രണയവിലാസത്തിലുകൊണ്ട് പിന്നെ മറ്റേ അനുശ്രീയിലൂടെ അഭിനയിച്ച പോലെ കഥയെന്ന് വരെ അതിനകത്ത് എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടെന്ന് പറയുക ക്യാരക്ടറൈസേഷൻ. അതിനകത്ത് ഒരു ചിരിയും അനുശ്രീ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും ഭയങ്കര ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു അല്ലേ, പറയുകയും ചെയ്തു. എനിക്ക് ഭയങ്കര ഒരു ചിരിയും ആ ഇന്നസെൻസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 90% ഓഫ് ദ പ്രേക്ഷകർ ഇപ്പോഴും വിനോദിൽ നിൽക്കുക. അതായത് എനിക്കിപ്പോൾ അത് ഞാൻ നേരത്തെ വന്നപ്പോഴേ പറഞ്ഞത്. അതുപോലെ ഇപ്പോൾ ആസിഫിക്ക് എടുക്കുകയാണെങ്കിൽ ആസിഫിൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് ബേസിക്കലി ആസ് ആൻ ആക്ടർ എനിക്ക് ആസിഫിനെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക തൻ്റെ ഡെയറിങ് ആയിട്ട് ഇത് ചൂസ് ചെയ്യുന്നതിൻ്റെ എന്ത് ക്യാരക്ടർ ചെയ്യാനൊരു മടിയില്ലാത്ത ഒരാളാണ്. പെർഫോം ചെയ്യാനുണ്ടാവണം. അതാണ് ഒരു ആക്ടറിൻ്റെ ക്രേവിങ് ആണ് ആക്ച്വലി. എനിക്ക് എന്ത് വേണമെങ്കിലും തന്നു, പക്ഷെ എനിക്ക് അതിനകത്ത് പെർഫോം ചെയ്യണം എന്ന് പറയുന്ന സാധനം, അത് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപർണ ബാലമുരളി പുള്ളി ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമയിൽ വർക്ക് ചെയ്തില്ലേ, ഞാൻ അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ബഹുമാനം തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ കമ്പോസ്ഡ് ആയിട്ട് സറ്റിലായിട്ട് ചെയ്യും. എന്നാ അങ്ങോട്ട് അഴിഞ്ഞാടാൻ പറഞ്ഞാണല്ലോ അങ്ങ് കയറി അഴിഞ്ഞാണ്. ഷീസ് എ വെർസറ്റൈൽ ആക്ടർ. പറയാനെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഷീ ഈസ് ആൻ അപ്കമിങ് ആക്ട്രസ്, ഷീ ഈസ് സ്റ്റിൽ ലേണിംഗ്. അപ്പോൾ എഫേർട്ട് ഇടുന്നുണ്ട് ആൻഡ് വെരി സീരിയസ് ടു യുവർ പ്രൊഫഷൻ. എന്നോട് വന്ന് ഞാൻ ഇതെന്താ ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ അത് വന്ന് എന്നോട് ചോദിച്ച് മനസ്സിലാക്കി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. അതിന് ഒരു പാഷനും അതിനിടുന്ന എഫേർട്ടും ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ 4 പേരും കൂടി സാറിൻ്റെ ഏറ്റവും ഒരു സാധനം കൂടി പറഞ്ഞാൽ ഹന്നയ്ക്ക് എന്തായിരുന്നു സാറിൽ ഏറ്റവും നമ്മളിങ്ങനെ ക്യാച്ച് ചെയ്ത് നമ്മളെടുത്തു എന്ന് പറയുന്നത്? ഞാൻ കുറേ ക്വാളിറ്റി നേരത്തെ പറഞ്ഞായിരുന്നു, ലീഡർഷിപ്പ്, പങ്ക്ച്വാലിറ്റി, എവറിത്തിങ്. ഞാൻ ഫസ്റ്റ് സാറിനെ കാണുന്നത് കൂമൻ്റെ സമയത്ത് ഓഡീഷൻ പോലെ ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലെ കാണുന്നു. സോ ഹീസ് എ ലെജൻഡ് ഡയറക്ടർ. അപ്പം അല്ല ഒബ്വിയസ്ലി അല്ലേ. അപ്പോൾ ഒരു അതായത് അദ്ദേഹത്തിൻ്റെ ഗെസ്റ്ററിൽ സംസാരത്തിൽ പെരുമാറിലൊക്കെ ഒരു ഇറ്റ്സ് ഓൾ അബൌട്ട് ഹംബിൾനെസ്. ഭയങ്കര താഴ്മ ഉള്ള ഒരാളുണ്ടാവില്ല. അപ്പം നമുക്ക് അപ്രോച്ച് ചെയ്യാനും തോന്നും, സംസാരിക്കാനും തോന്നും. നമുക്ക് പേടിയുണ്ട്, പക്ഷെ എന്നാലും ഒരാളെ കംഫോർട്ട് ചെയ്യുന്ന അത് അവരുടെ പെരുമാറ്റം കൊണ്ടായിരിക്കണം. അപ്പം ഹൗ മച്ച് എവർ ഹംബിൾ ദേ ആർ അത്രത്തോളം നമുക്ക് കൂടുതൽ റെസ്പെക്ട് തോന്നും. സോ സാറിന് ഭയങ്കരമായിട്ടൊരു ആ ഹംബിൾ ക്വാളിറ്റി ഉണ്ട്. ഈവൻ ദോ ഹി ഹാസ് അച്ചീവ്ഡ് എവറിത്തിങ്, സാറിന് വേണമെങ്കിൽ ഹി ക്യാൻ ഷോക്കേസ് ഓൾ ഓഫ് ഹിസ് പ്രൈഡ്നെസ് ആൻഡ് എവറിത്തിങ്. ബട്ട് he never does that. I think to everyone, settle from top to bottom, every person he is the same. He behaves the same way. So that is a big quality. സാറിനെ കുറിച്ച് ഇതുപോലെ തന്നെ അങ്ങനെ കാമൻ കമ്പോസ്ഡ് അടിപൊളി മനുഷ്യനാണ്. വിചാരിച്ച പോലെ ശരിക്കും വിചാരിച്ചു എന്താ വിചാരിച്ചേ? എന്താ വിചാരിച്ചത്? ക്ലാസിക് ക്രിമിനലാന്നോ? ദൃശ്യം മോഡലൊക്കെ വിചാരിച്ചോണ്ട് വന്നതാ. പക്ഷെ അങ്ങനെ സാറ് ഭയങ്കര ഒരു സാധാരണ ഭയങ്കര രസമുള്ളൊരു ഹ്യൂമനാണ്. നമുക്ക് എപ്പോഴും നമുക്കൊരു സ്പേസ് അദ്ദേഹം എപ്പോഴും തരും. അത് എപ്പോഴും ലൈഫിൽ സാറിൻ്റെ ലൈഫിൽ നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് തോന്നും. ഐ മീൻ അങ്ങനെയാണ് എപ്പോഴും. പക്ഷെ ഒരു നല്ല മനുഷ്യനാണ്. സാർ അതിപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഫീമെയിൽ റൈറ്റേഴ്സിനെ സാറ് പ്രോത്സാഹിപ്പിക്കുന്ന പോലെ വേറെ ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര നല്ല രീതിയിലാണ് ആ ഒരു ഫിലിംസ് വരുന്നത് തന്നെ. അപ്പോൾ എനിക്ക് എല്ലാവരും ഇപ്പം എൻ്റെ വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ കഥ പറഞ്ഞൊരു ഡിനു എന്ന് പറഞ്ഞ പറയുന്നുണ്ട്. പുള്ളി സ്ക്രിപ്റ്റ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പുള്ളി വേറൊരു കഥ പറഞ്ഞപ്പം അവനൊരു പടം ചെയ്തതാണ് ഓൾറെഡി, കുദാശ എന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു നീ തന്നെ ചെയ്യുക, നീ തന്നെ എഴുത്. പിന്നെ എൻ്റെ വൈഫ് ഒരു കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ എഴുത്. പിന്നെ ശാന്തിയുടെ അടുത്ത് ഞാനാ ചെന്നത് മറ്റേ ഇത് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ശാന്തി വേറെ കഥപ്പോൾ ഞാൻ ശാന്തിയോട് എഴുതാൻ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഈയിടെ പിന്നെ കൃഷ്ണകുമാർ ഇതുപോലെ വന്നൊരു കഥ വന്നപ്പോൾ എനിക്ക് പുതിയ റൈറ്റേഴ്സ് വരുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എനിക്ക് അത്രയും പണി തോന്നുന്നു. എനിക്കാണ് ഭയങ്കര മടിയാണ് എഴുതാൻ. അതിപ്പം മെയിൽ ഫീമെയിൽ എന്നല്ല, ആര് നല്ല കഥ വന്നാലും ഞാൻ അവനെ കൊണ്ട് എഴുതിക്കും. ഇപ്പം ദൃഢെന്നും പറഞ്ഞ ഒരു സിനിമ എൻ്റെ അസോസിയേറ്റ് ചെയ്തു നമ്മുടെ ഷൈനികത്തിന്. അത് വേറെ 2 റൈറ്റേഴ്സ് വന്നു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് കറക്ഷനൊക്കെ ചെയ്യാൻ വന്നപ്പോൾ ഈവൻ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർ. അപ്പം ഞാൻ പറഞ്ഞു എടാ നീ എഴുതടാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു. അവനിരുന്ന് എഴുതി. ഇപ്പം അവനവൻ്റെ സെക്കൻഡ് ഫിലിമിന് അവൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്യുക. ഞാൻ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം നല്ലതല്ലേ തന്നെത്താനെ എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല.
ഞാൻ പറയില്ല ഫാൻസിൻ്റെ ആണ് സാർ, അല്ലെങ്കിൽ എനിക്ക് അടി കിട്ടും. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ല ആദ്യമേ പറയും. ഇതെങ്ങനെ നിങ്ങൾ മേടിക്കുന്ന ക്വസ്റ്റ്യൻ? എൻ്റെ കസിൻസിൻ്റെ കോളേജ് ഫ്രണ്ട്സ്, ഓ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ദുബായ് വിളിക്കും, കോട്ടയത്ത് വിളിക്കും, തിരുവനന്തപുരത്ത് വിളിക്കും, എല്ലാവരെയും വിളിച്ച് ചോദിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ ജിത്തു ജോസഫ് സാറിനെ അറിയാമോ എന്ന് ആദ്യം ചോദിക്കും. ആ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യും. അതല്ല ജിത്തു ജോസഫ് സാർ ഡയറക്റ്റ് അല്ലേ എന്നാരെങ്കിലും പറയാനെങ്കിൽ, ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയണമെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യില്ല. അവർ എക്സൈറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അപർണ ബാലമുരളി, അപർണ ബാലമുരളിയാ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരോട് എന്താ ചോദിക്കാനുള്ളത്? ഇത് ഫോൺ വെച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് പറയേണ്ടത്. പിന്നെ ഈ സെയിം എനിവേസ് ഐ വിൽ സർ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദൃശ്യം ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിലെ ഏത് വേർഷനാണ് സാറിന് മോസ്റ്റ് പേഴ്സണൽ ആൻഡ് ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്തത്? എൻ്റെ വേർഷൻ മലയാളം വേർഷൻ. ഫാമിലി ഡ്രാമാസ് ലൈക്ക് മമ്മി ആൻഡ് മീ ആൻഡ് പക്ക ത്രില്ലേഴ്സ് രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സാർ ഡിഫറെൻറ്റ് ഇമോഷണൽ സോൺസ് വൈൽ റൈറ്റിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് എന്താണ് സാർ ഫീൽ ചെയ്തേക്കുന്നത്? ഇമോഷണൽ ഇതിനകത്ത് അതിപ്പം ത്രില്ലറാണേലും ഫാമിലി ഡ്രാമാസിലാണേലും എനിക്ക് തോന്നുന്നില്ല വലിയ ഡിഫറൻസ് ഉണ്ടെന്ന്. മേ ബി അതിൻ്റെ ഡയലോഗ് സ്ട്രക്ചറിൽ അത് എഴുതുന്ന രീതി, യൂസ് ചെയ്യുന്ന വാക്കുകളിലൊക്കെ ചിലപ്പം കുറച്ചുകൂടെ ഈ ഒരു നമുക്കൊരു ഇച്ചിരി ഒരു ഹീറോയിസം ബിൽഡ് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു ഇത് ചെയ്യുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളും അതിൻ്റെ ആ സെൻറ്റൻസ് ഇത് ചെയ്യുന്നതൊക്കെ കുറച്ചുകൂടി ഒന്ന് പവർഫുൾ ആക്കാനും ഇതൊക്കെ നോക്കും. ഉദാഹരണത്തിന് നേരിനകത്ത് ഭയങ്കര ആൾക്കാർ തിയേറ്ററിൽ കണ്ടില്ല, കൈയടിച്ചെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പുതിയ ജനറൽ പെൺകുട്ടികൾ വിളിച്ചു പറയും ആര് എന്ത് എങ്ങനെയെന്ന് പറയും. അപ്പം അത് ഓരോ വാക്കും എടുത്തത് ആ പഞ്ച് കിട്ടണം, അതിനകത്ത് ആ ഇമോഷൻ കൊണ്ടുവരാൻ, അങ്ങനെയുള്ള ഇത് വരും. പക്ഷെ ഒരു ഫാമിലി ഡ്രാമ വരുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കര നാച്ചുറൽ റിയലിസ്റ്റിക് ആ ഒരു രീതിയിലായിരിക്കും എൻ്റെ ഡയലോഗിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. So you are one of the few Malayalam directors to work successfully across industries. How different is directing a film in Hindi or Tamil or Malayalam എന്ന് പറയുന്നത്? മലയാളം കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ മലയാളമാണ്. കാരണം ആർട്ടിസ്റ്റൊക്കെ ഭയങ്കര എല്ലാ ആർട്ടിസ്റ്റും തന്നെ ഇവിടുത്തെ മലയാളത്തിലെ എല്ലാ ആക്ടേഴ്സും തന്നെ മലയാളം ടാലൻറ്റഡ് ആണ്. പിന്നെ കുറച്ചുകൂടെ നമുക്കൊരു ഹോംലി ഫീൽ ഉണ്ട് ഇവിടെ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൊസീജിയേഴ്സും ഷൂട്ടിങ് എല്ലാം സെയിം ആണ്. പക്ഷേ എവിടെയോ ഞാൻ വീട്ടിൽ പുറത്താണ് നിൽക്കുന്ന പോലത്തെ ഒരു ഫീല്. ഞാൻ ഒരു തമിഴ് ഹിന്ദിയും ഒരു ഇത് ചെയ്തിട്ടുള്ളൂ, തമിഴ്, പിന്നെ 2 തമിഴ് ചെയ്തു. അപ്പം എനിക്ക് എന്താ പറയുക, പ്രോസസ്സ് എല്ലാം സെയിം ആണ്. പക്ഷേ എവിടെയോ ഞാൻ വീട്ടിൽ നിന്ന് മാറി ദൂരത്ത് എവിടെയോ പോയിരുന്ന് ജോലി ചെയ്യുന്ന പോലത്തെ ഒരു ഫീലുണ്ട് എനിക്ക്. അത് എനിക്ക് ചെയ്യണമെന്നുണ്ട്. ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി ബോംബെ ലാൻഡ് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ ഞാൻ തിരിച്ചു വരുന്നതായിട്ട് കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര പ്രശ്നം. എനിക്ക് ഈ ഇവിടെ കിടന്ന് ചുറ്റിക്കളിക്കാനാണ്. എനിക്ക് അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷേ കുറേ ഞാൻ തള്ളിക്കളയുന്നതല്ല, ഇങ്ങനെ ഒരു മടിയുണ്ട്. പക്ഷെ എന്താ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്, എക്സ്പ്ലോർ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ അല്ലാതെ വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ക്വസ്റ്റ്യൻസ് തീർന്നിട്ടില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ട് 5-6 ക്വസ്റ്റ്യൻ ഇങ്ങനെ എൻ്റെ കയ്യിൽ ഫുള്ള് സംഭവമുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം തീർന്നതുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിവേസ്, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫിലിം സർ. Thank you. താങ്ക് യു സോ മച്ച്.